ബോളിവുഡിൽ നിരവധി താരദമ്പതിമാരുണ്ട്. ദീപിക പദുക്കോൺ, രൺവീർ സിംഗ്, രൺബീർ കപൂർ, ആലിയ ഭട്ട്, അഭിഷേക് ബച്ചൻ, ഐശ്വര്യ റായ് എന്നിവരെല്ലാം അതിൽ ചിലരാണ്. അവരെല്ലാം ഓൺ സ്ക്രീൻ കെമിസ്ട്രിയുടെ പേരിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടവരുമാണ്. ബോക്സ് ഓഫീസിൽ ഇവരുടെ പെയറാകുമ്പോൾ വലിയ സ്വീകാര്യത ലഭിക്കാറുണ്ട്. എന്നാൽ അഭിഷേകിൻ്റെയും ഐശ്വര്യയുടെയും കാര്യത്തിൽ അങ്ങനെ പറയാൻ സാധിക്കില്ല. ഇവർ ഒന്നിച്ച ചിത്രങ്ങളൊന്നും വിജയമായിട്ടില്ല. ആരാധകർക്ക് ഇവരെ സ്ക്രീനിൽ കാണാൻ വലിയ താല്പര്യമുണ്ടെങ്കിലും ബോക്സ് ഓഫീസിൻ്റെ കാര്യത്തിൽ കാര്യങ്ങൾ നേരെ തിരിച്ചാണ്. ഒരു ഡസനിലേറെ ചിത്രത്തിൽ ഇവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ ഒരുമിച്ച് വന്നപ്പോഴെങ്കിൽ ചിത്രത്തിൽ പരാജയപ്പെടുകയായിരുന്നു. ഇരുവരും പ്രണയത്തിലാവുന്നതിന് മുമ്പ് തന്നെ ഒരുമിച്ച് അഭിനയിച്ചിരുന്നു. ദൈ അക്ഷർ പ്രേം കെ എന്ന ചിത്രത്തിലാണ് ഇരുവരും ആദ്യമായി ഒരുമിച്ച് അഭിനയിച്ചത്. അഭിഷേകിൻ്റെ ആദ്യ ചിത്രമായ റെഫ്യൂജി എന്ന ചിത്രം റിലീസായി മാസങ്ങൾക്കുള്ളിലാണ് ഈ ചിത്രം റിലീസായത്. പിന്നീട് 2 ചിത്രങ്ങൾ കൂടി ഇവർ ഒരുമിച്ചെത്തിയിരുന്നു. കുച്ച് നാ കഹോ, ഉമ്രാവു ജാൻ തുടങ്ങിയ ചിത്രങ്ങളായിരുന്നു അത്. കുച്ച് നാ കഹോ 2003-ലും ഉമ്രാവു ജാൻ 2006-ലുമാണ് റിലീസായത്. എന്നാൽ 2 ചിത്രങ്ങളും പരാജയമായി മാറി. അതേസമയം ഇരുവരും ഒരുമിച്ച് അഭിനയിച്ച ധൂം 2 എന്ന ചിത്രം വമ്പൻ ഹിറ്റായി മാറിയിരുന്നു. എന്നാൽ ഈ ചിത്രത്തിൽ ഐശ്വര്യ അഭിഷേകിൻ്റെ പേരായിരുന്നില്ല. ഹൃതിക് റോഷനായിരുന്നു ഈ ചിത്രത്തിൽ ഐശ്വര്യയ്ക്ക് നായകൻ. ബണ്ടി ഓർ ബബ്ലിയിൽ ഐശ്വര്യയ്ക്ക് ചെറിയ വേഷമുണ്ടായിരുന്നു. ഈ ചിത്രവും സൂപ്പർ ഹിറ്റായിരുന്നു. ഇരുവരും ഒരുമിച്ചെത്തിയ ഗുരുവാണ് ഭേദപ്പെട്ട വിജയം നേടിയത്. 2007-ലായിരുന്നു ഈ ചിത്രം റിലീസായത്. പക്ഷേ ഇതും ശരാശരി വിജയം മാത്രമേ എന്ന് പറയാൻ കഴിയൂ. ഗുരു റിലീസാകുന്ന സമയത്ത് അഭിഷേകും ഐശ്വര്യയും വിവാഹം കഴിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ചിത്രത്തിന് വലിയ പ്രീ റിലീസ് ഹൈപ്പ് ഉണ്ടായിരുന്നു. സർക്കാർ രാജ്, രാവൺ എന്നിങ്ങനെ 2 ചിത്രങ്ങളിലും അഭിഷേക് ഐശ്വര്യ ദമ്പതിമാർ ഒരുമിച്ച് അഭിനയിച്ചിരുന്നു. രണ്ടും ബോക്സ് ഓഫീസ് പരാജയങ്ങളായിരുന്നു. എന്നാൽ മറ്റു താരങ്ങൾക്കൊപ്പം അഭിനയിക്കുമ്പോൾ ഇവർക്ക് വിജയ ചിത്രങ്ങളുണ്ടായിരുന്നു. ധൂം, ബ്ലഫ് മാസ്റ്റർ, യുവ പോലുള്ളവ വിജയ ചിത്രങ്ങളായിരുന്നു. യന്ത്രൻ പോലുള്ള വിജയ ചിത്രങ്ങൾ ഇരുവർക്കും ഉണ്ടായിരുന്നു. ഐശ്വര്യയ്ക്ക് അന്താരാഷ്ട്ര തലത്തിലും വിജയ ചിത്രങ്ങളുണ്ട്. അതേസമയം ദീർഘകാലമായി ഇരുവരും ഒരു സിനിമയിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടില്ല. 10 കോടി രൂപയാണ് ഒരു ചിത്രത്തിന് ഐശ്വര്യയും അഭിഷേകും വാങ്ങുന്ന പ്രതിഫലം. ഇരുവരും ഒരു ചിത്രത്തിലുണ്ടെങ്കിൽ നിർമ്മാതാവ് 20 കോടി രൂപ ചെലവാക്കേണ്ടി വരുമെന്നർത്ഥം. അതേസമയം ഐശ്വര്യ റായ് ബച്ചൻ എന്ന പേര് എന്നും എക്കാലവും ഗോസിപ്പ് കോളങ്ങളിൽ സജീവമായിരുന്നു. 2007-ൽ അഭിഷേക് ബച്ചനുമായുള്ള പ്രണയവിവാഹത്തിന് ശേഷമെങ്കിലും അതിനൊരു അവസാനമുണ്ടാകുമെന്നാണ് കരുതിയത്. എന്നാൽ വിവാഹം കഴിഞ്ഞ് കുറച്ചു നാളുകൾക്കുള്ളിൽ തന്നെ വിവാഹമോചന ഗോസിപ്പുകളും സജീവമായി. മകൾ ആരാധ്യ ബച്ചൻ പിറന്നതിന് ശേഷവും ആ ഗോസിപ്പിന് കുറവൊന്നും സംഭവിച്ചിട്ടില്ല. അടുത്തിടെ ആനന്ദ് അംബാനിയുടെ വിവാഹത്തിന് അഭിഷേക് ബച്ചൻ മാതാപിതാക്കൾക്കും സഹോദരിയുടെ കുടുംബത്തിനുമൊപ്പം എത്തിയപ്പോൾ ഐശ്വര്യ റായ് എത്തിയത് മകൾ ആരാധ്യയ്ക്കൊപ്പമായിരുന്നു. 2 പേരും ഒരുമിച്ച് വരാതിരുന്നതോടെ വിവാഹമോചന ഗോസിപ്പുകൾ വീണ്ടും സജീവമായി. അതിനിടയിലാണ് അഭിഷേക് ബച്ചൻ വിവാഹമോചനത്തെക്കുറിച്ചുള്ള ഒരു പോസ്റ്റിന് ലൈക്ക് ചെയ്തത്. അതോടെ വിഷയം ഒന്നുകൂടെ ആളിക്കത്തി.